ഗായത്രി മേനോൻ കേസ് അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആണോ? ഞാൻ എന്തെങ്കിലും ലോ പോയിന്റ് പറഞ്ഞിരുന്നോ? എന്ത് പറ്റി നന്ദേട്ടാ? ഒന്നുമില്ല. വല്ലാത്ത ടെൻഷൻ ഉള്ളതുപോലെ. ആലോചിച്ച മതി, വന്ന് കിടക്ക്. നീ കിടന്നോ, എനിക്ക് ഉറക്കം വരുന്നില്ല. എന്നാ ആലോചിച്ചോളൂ, ഞാനൊരു ശല്യമാവുന്നില്ല. കേസ് തലേ കയറിയ പിന്നെ അവൻ അങ്ങനെ എന്ത് ചെയ്യാനാ? കൂടുതലൊന്നും പറയാതെ മോളിങ്ങി പോന്നത് നന്നായി. കുത്തി കുത്തി ചോദിച്ചാൽ കടിച്ചു കയറി തിന്നാൻ വരും. ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോ. ആ, ഇത് ഏതാണ്ട് വലിയ കൊലക്കേസ് ഏതാണ്ടാ. അതാ മോൾ പോയി കിടന്ന് ഉറങ്ങിക്കൂ, അവൻ വന്നോളും. നന്ദേട്ടാ, ക്ലോക്കിൽ രണ്ടടിക്കുമ്പോഴും ഞാൻ ഉണർന്നു നടക്കായിരുന്നു. നന്ദേട്ടൻ എന്താ ഇവിടെ അങ്ങ് കിടന്നിളഞ്ഞത്? എവിടെങ്കിലും കിടന്നാ പോരെ? ഇന്നലെ രാത്രിയിലത്തെ മൂഡ് മാറിയില്ലെന്ന് തോന്നുന്നു. ചായ കുടിക്കേ? അവിടെ വെച്ചേക്ക്. നന്ദേട്ടൻ എന്തു പറ്റി? എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ തുറന്നു പറയണം. ഈ അവഗണന എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇല്ലല്ലോ, എറണാകുളത്ത് വരികയാ. എപ്പോ വരും? നാളെ വരും. ഹലോ, അമ്മയ്ക്ക് ഫോൺ കൊടുക്ക. നന്ദേട്ടാ, ഇത് ഞാനാ, ആതിര. അമ്മയ്ക്ക് ഫോൺ കൊടുക്കാൻ. ആരാ മോളെ? അമ്മയ്ക്ക് ഫോൺ. ഹലോ, നന്ദന. അവളോട് കുറച്ചു ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറ. ഞാൻ വിളിച്ചിട്ട് വന്നാ മതി. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? എന്താ കാര്യം? അമ്മ ഞാൻ പറഞ്ഞത് കേട്ടാ മതി. എന്താ അമ്മേ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായോ? ഇല്ല. അവന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. നന്ദേട്ടൻ എന്താ അമ്മേ പറഞ്ഞത്? നീ കുറച്ചു ദിവസം നിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ. അവൻ വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നാ മതിയെന്ന്. എന്ത് പറ്റി? അവള് പോയില്ലേ? ഇല്ല. കാര്യമറിയാതെ അവളെ പറഞ്ഞു വിടുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. ഒരു രാത്രി കൊണ്ട് ഇവിടെ എന്താ ഉണ്ടായേ? അമ്മ അത് അറിയണ്ട. അമ്മയ്ക്ക് അറിയണം. വീട്ടിൽ പറഞ്ഞു വിടാൻ മാത്രം എന്ത് തെറ്റാ അവള് ചെയ്തത്? അവള് ചീത്ത അമ്മേ. കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ ഞാൻ അമ്മയോട് ചോദിച്ചില്ലേ നമുക്ക് തെറ്റുപറ്റിയെന്ന്. തെറ്റുപറ്റിയെന്ന് ഇപ്പൊ ബോധ്യമായി. അവളും ഭാനും കൂടെ എന്നെ പറ്റിക്കായിരുന്നു. നിന്നോട് ഇതൊക്കെ ആര് പറഞ്ഞു? എന്റെ കൈ തെളിവുണ്ട്. അവക്ക് പോലും നിഷേധിക്കാൻ ഒക്കാത്ത തെളിവ്. അവളിപ്പം നിന്റെ ഭാര്യ മാത്രമല്ല, നിന്റെ കുഞ്ഞിന്റെ അമ്മ കൂടെയാണ്. ശരിക്കും ആലോചിച്ചിട്ട് വേണം പറയാൻ. ഞാൻ ഒത്തിരി ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാണ്. ഇനി അവൾ ഇവിടെ നിന്നാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. പറഞ്ഞതൊക്കെ കേട്ടില്ലേ?
ഇനി കറ്റി പിടിച്ച് പുറത്തു കൊണ്ട് നാക്കിയെ പോകുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. മോളെ, ഞാൻ കാരണം നന്ദേട്ടന് ഭ്രാന്ത് പിടിക്കണ്ട. എന്നെ പിടിച്ച് പുറത്താക്കുന്നതിന് മുൻപ് ഞാൻ സ്വയം പൊയ്ക്കോളാം. പോട്ടെ അമ്മേ. അവളോട് പോകരുതെന്ന് പറഞ്ഞു. മോളെ, ഇല്ലമ്മേ, നന്ദേട്ടൻ നിൽക്കരുതെന്ന് പറഞ്ഞ വീട്ടിൽ പിന്നെ എനിക്കെന്താ സ്ഥാനം? താനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നാളെ കേസല്ലേ? സാറ് വരാൻ പറഞ്ഞവര് ആഫീസിൽ വന്ന് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അവരോട് പൊക്കോളാൻ പറ. ഞാൻ കേസിന് ഹാജരാവുന്നില്ല. എന്താ സാർ? മണ്ണാൻ കേട്ട, മനസ്സിലായോ? നാളെ അവധിക്ക് അപേക്ഷ കൊടുക്കാൻ പറ. ഓ, അയ്യോ, മോളല്ലേ? ഇവളെന്താ ഈ നേരത്ത്? നീ എന്താ മോളെ ഈ നേരത്ത്? നന്ദൻ വന്നില്ലേ? സാറേ, ഇന്ന് വിസ്താരം നടക്കുന്നു വന്നില്ല. അതെന്താണോ? നന്ദകുമാർ സാറ് ഹാജരാകുന്നില്ല. അവധിക്ക് അപേക്ഷ കൊടുത്തു. അവധിക്ക് അപേക്ഷ കൊടുത്തോ? ആ, ഇപ്പൊ കൊടുത്തോളൂ. ജമാലെ, സാറിന് എന്താ സുഖമില്ലേ? ഏയ്, അസുഖമൊന്നുമില്ല. എന്തോ ചെറിയ ഫാമിലി പ്രോബ്ലംസ്. വൈഫ് വേണമെങ്കിൽ വീട്ടിൽ പോണുണ്ട്. ആതിരയും മോനും വീട്ടിൽ പോകാൻ അവിടെ വിശേഷം വല്ലതുണ്ടോ? ആ, ഒരു ചെറിയ വിശേഷമുണ്ട്. നന്ദേട്ടൻ ഓഫീസിൽ വന്നിരുന്നു എന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വിശേഷം കാണുന്നു. ഞാൻ അമ്മയുടെ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസമായി. എന്തിനാ നന്ദേട്ട ഇപ്പൊ സ്പീഡ്? സിനിമയ്ക്ക് പോയാൽ പറയും. നന്ദേട്ടാ, ഏത് നരകത്തിലെ കിടന്നറിയാതെ ഞാൻ ഈ വണ്ടി കയറില്ല. എന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം നീ എന്നെ കാണാൻ വന്നപ്പോ ഒരു കത്തിന്റെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ അടുത്ത ദിവസം അതെന്റെ കൈ കിട്ടിയത്. ദാ വായിച്ചു നോക്ക്. ആ കാമുകൻ നീയല്ലേ? അല്ല നന്ദേട്ടാ. പിന്നെ ആരാടാ പട്ടി? നന്ദേട്ടാ, ഞാൻ പറയുന്നത് കേൾക്ക്. നന്ദേട്ടാ,
ഭാവന സൃഷ്ടിയാണ് ആ മനുഷ്യൻ. നന്ദേട്ടന്റെ പ്രപ്പോസൽ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഒരു പുരുഷനെയും കണ്ണിൽ പിടിക്കാത്ത ആതിരയ്ക്ക് അവളുടെ സങ്കല്പങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത നന്ദേട്ടന്റെ ആലോചന മുടക്കാൻ അവൾ കണ്ടെത്തിയ വഴിയാണ് ഈ കത്ത്. അല്ലാതെ ഇതിൽ യാതൊരു സത്യാവസ്ഥയില്ല. കൊള്ളാം നിന്റെ കണ്ടുപിടുത്തം. പെണ്ണുങ്ങളെ വശീകരിക്കാൻ മാത്രമല്ല നിനക്ക് വിരുത്. നീ ഒരു പഠിച്ച കള്ളന. സാക്ഷികളെയും കള്ളസാക്ഷികളെയും തിരിച്ചറിയാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നന്ദേട്ടന് മനസ്സിലാവില്ല. നന്ദേട്ടന്റെ മനസ്സിൽ നിറയെ സംശയങ്ങളാ. അതേടാ, സംശയമാണ്. എനിക്ക് എല്ലാരെയും സംശയമാണ്. പക്ഷെ എന്റെ ജീവിതം തൊലച്ചതിന് നിന്നെ ഞാൻ വെറുതെ വിടുന്നു വിചാരിക്കണ്ട. ഇപ്പൊ നിനക്ക് തൃപ്തിയായോ? പ്രായമായ പെണ്ണ സ്വന്തം ബന്ധവും വെച്ചുകൊണ്ടുള്ള കളിയും ചിരിയും വേണ്ടെന്ന് ഞാൻ എത്ര തവണ നിന്നെ വിലക്കി. ഇപ്പൊ അവളുടെ ജീവിതം ഒരു വഴിയായപ്പോ നിനക്ക് മതിയായോ? ഞാൻ നോക്കിയിട്ട് നന്ദന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഇത്തരത്തിലൊരു കത്ത് കിട്ടിയാൽ ഞാനായാലും ഇങ്ങനെയൊക്കെ ചെയ്യൂ. ഇനി അതിലെഴുതിയിരിക്കുന്നത് സത്യമല്ലെന്ന് ആര് കണ്ടു? നന്ദേട്ടൻ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ. പക്ഷേ അമ്മായിയും അമ്മാവനും എന്നെ അവിശ്വസിക്കരുത്. ആതിരയെ ഞാൻ എന്റെ മുറപ്പെണ്ണായിട്ടല്ല കണ്ടത്. ജീവിച്ചിരുന്നെങ്കിൽ ആതിരയുടെ പ്രായമുണ്ടാകുമായിരുന്ന എന്റെ ദീപമുള്ള സ്ഥാനമാണ് ഞാൻ അവൾക്ക് കൊടുത്തത്. ആ സ്വാതന്ത്ര്യത്തിൽ കുറെ അടുത്ത് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായിപ്പോയി എന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. കൂട്ടുകാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പല കുസൃത്തരങ്ങളും കാണിക്കും. കുഞ്ഞുനാളിലെ നീ അതിന് മിടുക്കിയായിരുന്നു. പച്ചില ഊതി കളിക്കുമ്പോ മറ്റുള്ളവരുടെ കണ്ണിൽ മണ്ണ് ഊതി പറപ്പിക്കാനായിരുന്നു നിനക്ക് താല്പര്യം. നന്ദേട്ടന്റെ പ്രപ്പോസൽ മുടക്കാൻ വേണ്ടി മാത്രമല്ല, ഫ്രണ്ട്സിന്റെ മുമ്പിൽ വലിയവളാകാൻ കൂടിയ മോൾ അങ്ങനെ ഒരു കത്ത് എഴുതിയെന്ന് ഭാനുവേട്ടൻ അറിയാം. പക്ഷെ ആ കുസൃതി ഒരു ബൂമറാങ് പോലെ തിരിച്ചു വന്നല്ലോ മോളെ. കരയാൻ വേണ്ടി പറഞ്ഞതല്ല. എന്നെ ആരെത്ര വേണമെങ്കിലും അവമാനപ്പെടുത്തിക്കോട്ടെ, നാട്ടുകാർ പറയുന്ന ഒന്നും തിരുത്താൻ ഭാനുവേട്ടൻ മെനക്കെടാറില്ലെന്നറിയാലോ. മോളുടെ കാര്യം അതല്ല. നന്ദേട്ടന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ എന്നാലാവുന്നതൊക്കെ ഞാൻ ചെയ്യും. എന്തിനാ മോളെ ഇങ്ങനൊരു കുസൃതി നീ കാട്ടിയത്? അന്ന് ഇങ്ങനൊരു ബന്ധം വേണ്ടാന്ന് നീ പറഞ്ഞപ്പോ ജീവിതത്തെ കുറിച്ച് നിനക്കൊന്നും അറിയാഞ്ഞിട്ടാണ് അച്ഛൻ കരുതിയത്. അതാ നിർബന്ധിച്ചത്. സന്തോഷത്തോടെ നിങ്ങൾ കഴിയുന്നത് കണ്ടപ്പോ അച്ഛന്റെ കണക്കൂട്ടലുകൾ തെറ്റിയിട്ടില്ലാന്ന് ഞാൻ സമാധാനിച്ചു. ഇനിയിപ്പോ എന്തു പറഞ്ഞ അച്ഛൻ നന്ദനെ ബോധ്യപ്പെടുത്തേണ്ടത്? നന്ദേട്ടനെ പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല അച്ഛാ. എനിക്ക് കാണണം. ഞാൻ പറഞ്ഞ നന്ദേട്ടനെല്ലാം മനസ്സിലാവും. വേണ്ട മോളെ, അവന്റെ മനസ്സിപ്പോ അസ്വസ്ഥമാണ്. അതൊന്ന് തണുക്കട്ടെ. നിന്നെ കൂടാതെ നന്ദനും ജീവിക്കാൻ കഴിയില്ല. അച്ഛൻ പോകാം. കാല് പിടിച്ചെങ്കിലും അവന്റെ മനസ്സ് മാറ്റാൻ. മക്കളെ കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തുന്ന അച്ഛനമ്മമാരെ ഞാനും കണ്ടിട്ടുണ്ട്. കൊഞ്ചല് കൂടിയാ പിള്ളേരെ വഷളാവും. അതാ ഇവിടെ സംഭവിച്ചത്. കല്യാണത്തിന് മുമ്പ് ഒരു ചെറുപ്പക്കാരനുമായി അഴിഞ്ഞാടി നടന്നിട്ട് സ്വന്തം ശരീരം പോലും അവന് സമർപ്പിച്ചിട്ട്. നന്ദാ, ഞാനവളുടെ അച്ഛനാണ്. ഇങ്ങനൊരു ആലോചന വന്നപ്പോ എതിർത്തവർ പലരുണ്ടായിരുന്നു. എന്നിട്ടും ഞാനത് സമ്മതിച്ചത് കുട്ടിത്വം വിട്ടുമാറാത്ത എന്റെ കുഞ്ഞു ചെയ്യുന്ന തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള പക്വത നന്ദനുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഞാൻ അവളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ക്ഷമിക്കാവുന്നതിന്റെ പരമാവധി ക്ഷമിച്ചിട്ടാ ഒരു ജീവിതം തുടങ്ങിയതും അത് ഇവിടെ വരെ കൊണ്ട് എത്തിച്ചതും. പൊരുത്തപ്പെട്ട് പോവില്ല എന്ന് പൂർണ്ണമായി ബോധ്യം വന്നിട്ടാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അതിന് നീ മാറ്റമില്ല. നന്ദാ,
ഇനി ഇതേ ചൊല്ലി ഇങ്ങോട്ട് വരണമെന്നില്ല ആരും. ഹലോ, നന്ദേട്ട ആതിരയാണ്. എന്താമേ? ഒന്നുമില്ല. ഞാൻ ഓർക്കുകയായിരുന്നു, അവളും കുഞ്ഞും പോയേ പിന്നെ ഈ വീട് ഉറങ്ങിയ പോലായി. ശിവശങ്കരനെയും കൂട്ടി ഞാൻ ചെന്ന് അവളെ വിളിച്ചോണ്ട് വരട്ടെ മോനെ. എന്തിന്? എനിക്കിനി അവളെ കാണണ്ട. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് ക്ഷമിക്കണം. തെറ്റ് ചെയ്യാത്തവരാരുണ്ട്? അങ്ങനെ മറക്കാൻ പറ്റുന്ന തെറ്റല്ല അവള് ചെയ്തത്. വെളുക്ക ചിരിച്ചോണ്ട് അവളെന്നെ ചതിക്കായിരുന്നു. സത്യം എന്തും ആയിക്കോട്ടെ, അവള് തെറ്റുകാരിയല്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഒക്കെ നിന്റെ സംശയങ്ങളാ. ഓഹോ, അമ്മയെ അവൾക്ക് വേണ്ടി വാദിക്കുകയാണോ? അത്ര നിർബന്ധമാണ് മരുമോളെ വിളിച്ചോണ്ടെന്ന് ഇവിടെ താമസിപ്പിക്കേ. പക്ഷെ ഞാൻ പിന്നെ ഇവിടെ കാണില്ല. വേണ്ട, അമ്മയ്ക്ക് വേണ്ടി നീ ചെയ്യണ്ട. നിങ്ങൾക്ക് അകം വയ്ക്കാൻ കാരണങ്ങളുണ്ടാവും. പക്ഷേ പാവ ആ കുഞ്ഞ്, അവൻ എന്ത് പഴിച്ചു? നന്ദകുമാർ, എന്തൊക്കെയാ നന്ദകുമാരാ ഞാൻ കേൾക്കുന്നത്? ആർക്കാ പ്രോബ്ലംസ് ഇല്ലാത്തത്? പക്ഷേ അതിന്റെ പേരിൽ ഈ കേസിന് ഹാജരാകാരുന്നത് വലിയ തെറ്റായിപ്പോയി. എനിക്കൊന്നിനും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല സാർ. ഇതൊന്നും കരിയറിനെ ബാധിക്കാതെ നോക്കണം. ആലോചിച്ച് വേണ്ടത് ചെയ്യ്. സാറേ, ഇവിടെ ആകെ പാട്ടായി. ശത്രുക്കൾ ആരോ ശരിക്ക് പ്രചരണം കൊടുക്കുന്നുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്നും സാറിനെ മാറ്റാൻ നീക്കം നടക്കുന്നതായി ഒരു ശ്രുതി പറഞ്ഞിട്ടുണ്ട്. ഞാനും കേട്ടു. ഡൈവോഴ്സ് നോട്ടീസാ. എന്തു പറ്റി?
ചേച്ചി ചേച്ചി എന്തിനാ കരയുന്നേ?